നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ബസ്സിന് കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ ഓട്ടോയ്ക്കൊക്കെ കൊടുത്തതിൻ്റെ ബാക്കി ചില്ലറ ഉണ്ടാവില്ലേ, അത് ഞാൻ മോന് കൊടുക്കലുണ്ട് കേട്ടോ. ചില സമയത്ത് പണി കഴിഞ്ഞ് വരുമ്പോൾ പൈചേട്ടനും കൊടുക്കും കേട്ടോ, 500 1000 ഒക്കെ ആയിട്ട് അവൻ്റെ തുണ്ടിലിട്ടൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ 2 തുണ്ടുണ്ടായിരുന്നു, ഒന്ന് ചില്ലറ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും മറ്റേത് നോട്ടുകൾ മാത്രം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒരു ദിവസം പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു 8000 9000 രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു അവന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന്, അവന് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും. അപ്പോഴാണ് അവന് സ്റ്റഡി ടേബിളിൻ്റെ കാര്യം പറഞ്ഞത്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്റ്റഡി ടേബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ BP അങ്ങാടിയിലൊരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അത്രയും പൈസ കൂട്ടി വെച്ചിട്ട് ആദ്യമായിട്ടാണ് അവർ അത്രയും ഒരു എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ 8000 ചില്ലറ രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സ്റ്റഡി ടേബിൾ വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുത്തത്. അവിടെ നിന്ന് പിന്നെ അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ, വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന് വേണ്ടിയിട്ട് എന്താ പറയുക, സിറ്റ് ഔട്ടിൻ്റെ സൈഡിലുള്ള ഒരു റൂം അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മീഷോന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതൊക്കെ ടേബിൾ വാങ്ങുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് വെക്കാനുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ഒരു സാധനത്തിനെ വരയ്ക്കുന്ന പണിയാണ് അതിന് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ മീഷോന്ന് വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അവൻ്റെ റൂമിൽ സെറ്റാക്കി കൊടുത്തു. റൂമൊക്കെ അടിപൊളിയാക്കി, കർട്ടനൊക്കെ ഇട്ടു. അതേപോലെ അവൻ്റെ ടാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതും മീഷോന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. സ്റ്റഡി ടേബിളിന് ഏകദേശം ഒരു 4500 5000 രൂപേൻ്റെ ആ ഒരു റേഞ്ചിലുള്ളൂ. ബാക്കി പൈസയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു അയൺ ടേബിൾ അങ്ങോട്ട് വാങ്ങി. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ അയൺ ചെയ്യാനൊക്കെ. എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ അയൺ ചെയ്യൂല. ബാക്കി പൈസ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ കണ്ടു. ഒരു 2500 3000 രൂപേൻ്റെ താഴെയുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ അതും അങ്ങോട്ട് വാങ്ങി. ഇപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ, വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം.